ചില ഇരട്ടത്താപ്പുകൾ നമുക്ക് കാണാതിരിക്കാൻ പറ്റില്ല. ഇപ്പോൾ നേരത്തെ ശരത്ത് പറഞ്ഞു, ശബരിമലയിൽ രണ്ടാമത് നടന്ന ഭക്തജന സംഗമത്തിന്റെ വേദിയിൽ വെച്ചൊരു സ്വാമി വർഗീയത പറഞ്ഞു. അതങ്ങനെ വിടാൻ പറ്റുമോ ബ്രദർ? അതെങ്ങനെ വിടാൻ പറ്റും? തെമ്മാടത്തിനെന്ന് ഒരിക്കൽ പറഞ്ഞാൽ മതിയോ? ഇവിടെ എന്താ ചോദിക്കാൻ പറയാനോ ആളില്ലേ? ആ വർഗീയത പറഞ്ഞതിനെ കേരളത്തിലെ മാധ്യമങ്ങൾ വളരെ സ്വാഭാവികമായ ഒരു കാര്യമായി റിപ്പോർട്ട് ചെയ്തു എന്ന് പറഞ്ഞു. അതിൽ എനിക്കൊരു പ്രശ്നമുള്ളത്, ഈ സ്വാമി പറഞ്ഞ വർഗീയത മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു, അത് കേസായി, വാർത്തയായി. പക്ഷേ വർഗീയത എന്ന് പറഞ്ഞാൽ എന്താണ്? മറ്റൊരു വിഭാഗത്തോട് വെറുപ്പുണ്ടാക്കുന്നത്. അത്രയും അറിഞ്ഞാൽ മതിയല്ലോ നമുക്ക്. വേറൊരു മനുഷ്യനോട്, വേറൊരു മതവിഭാഗത്തോട് വെറുപ്പുണ്ടാക്കുന്നതാണല്ലോ വർഗീയത എന്ന് പറയുന്നത്. അതെ, ആണല്ലോ. വെറുപ്പുണ്ടാക്കുന്ന എന്താണോ അത് വർഗീയത. ഈ ഏറ്റവും കൂടുതൽ കേരളത്തിൽ ഇപ്പോ പരസ്യമായി വർഗീയത പറയുന്ന ആരാണ്? നിങ്ങൾ ആരോ ചോദ്യത്തിന് ഉത്തരം പറയില്ല. കാരണം അതിലൊരു സൗകര്യക്കുറവുണ്ട്. എന്നിട്ട് ഇതിന് തൊട്ട് മുൻപ് നടന്ന, അതായത് ഇപ്പോൾ നമ്മൾ മാധ്യമങ്ങൾ ശരിയായി റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്ന് വിമർശിക്കുന്ന ഭക്തജന സംഗമത്തിലെ സ്വാമിയുടെ പ്രസംഗത്തിന് തൊട്ട് മുൻപ് നടന്ന സർക്കാർ സ്വയം സംഘടിപ്പിച്ച ശബരിമലയിലെ പമ്പയിലെ അയ്യപ്പ സംഗമത്തിൽ ഈ വർഗീയത പറയുന്ന കേരളത്തിലെ ഒരു കാരണവുമില്ലാതെ, ഒരരക്ഷിതാവസ്ഥയുടെയോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ശ്രദ്ധ പിടിച്ചു പറ്റേണ്ടോ ഒന്നും ആവശ്യമില്ലാതെ കേരളത്തിൽ മനുഷ്യനെ തമ്മിൽ തല്ലിക്കാൻ പറ്റുന്നത്ര വിഷം പറയുന്ന സമുദായ നേതാവ് വന്നത് ആരുടെ കാറിലാണ്? ആരുടെ കാറിലാണ്? ആരുടെ കാറിലാണ്? ഞാൻ ചോദിക്കുന്നത്, എന്താണ് ആ വർഗീയതയോട് കേരളത്തിന്റെ സമീപനം എന്താണ്? സാറ് പറഞ്ഞ ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെ സമീപനം എന്താണ്? അത് വർഗീയതയല്ലേ? ആ വർഗീയതയോട് നമ്മുടെ സമീപനം എന്താണ്? നിങ്ങൾ മാധ്യമങ്ങൾ അങ്ങനെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഭയങ്കര ഈസി ആണല്ലോ. ശരി, അടുത്തത് കേരളത്തിലെ മുഖ്യമന്ത്രിയുടേതായിട്ട് ഒരു അഭിമുഖം രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഇടതുപക്ഷ രാഷ്ട്രീയ നിലപാടുകൾ സ്വീകരിക്കുന്ന ഒരു പത്രത്തിൽ അടിച്ചു വന്നു, ഒരു അഭിമുഖം. ആ അഭിമുഖത്തിൽ ഒരു വാചകം ഉണ്ടായിരുന്നു. കേരളത്തിലെ ഒരു ജില്ലയെ, അവിടുത്തെ ഒരു സമുദായത്തെ സംശയിക്കാൻ പറ്റുന്ന തരത്തിൽ, ഞാൻ ആരുടെയും പേരോ എന്തെങ്കിലും പറയാൻ ഉദ്ദേശിക്കുന്നില്ല, ഒരു സമുദായത്തെ സംശയിക്കാൻ എല്ലാ തരത്തിലും പറ്റുന്ന തരത്തിലുള്ള ചില പരാമർശങ്ങൾ കേരളത്തിന്റെ മുഖ്യമന്ത്രി പറഞ്ഞു എന്ന് ഇന്ത്യയിൽ തന്നെ ഏറ്റവും വിശ്വാസ്യതയുള്ള പത്രങ്ങളിൽ ഒന്നിൽ അടിച്ചു വന്നു. ആ വർഗീയതയോട് നമുക്ക് കുഴപ്പമില്ല. അപ്പോൾ വർഗീയത തരാതരം പോലെ ഇഷ്ടമുള്ളതുപോലെ പ്രയോഗിക്കുന്ന കാര്യത്തിൽ സത്യം പറഞ്ഞാൽ എനിക്ക് കേരളത്തിലെ ജനങ്ങളെ നല്ല വിശ്വാസമാണ് സർ. ഇത്രയും കുത്തിത്തിരിപ്പുകൾ ഉണ്ടായിട്ടും ഓരോ ദിവസവും വന്നു വീഴുന്ന ചൂണ്ടകളുടെ മുന്നിൽ അവർ പിടിച്ചു നിൽക്കുന്നുണ്ടല്ലോ. അവർക്കിപ്പോഴും ജാതിയും മതമല്ല എന്ന് നേരത്തെ പറഞ്ഞ പോലെ സഹോദരരെ പോലെയല്ല, അവർ സഹോദരങ്ങളായിട്ടാണ് നിൽക്കുന്നത് കേരളത്തിലെ ജനങ്ങൾ. പക്ഷെ എനിക്ക് കേരളത്തിലെ രാഷ്ട്രീയ നേതൃത്വത്തെ തീരെ വിശ്വാസമില്ല, സത്യമായിട്ടുമില്ല. അതുമായിട്ട് എനിക്ക് ഇട്ടൊന്ന് വെച്ചതാണല്ലോ. എന്റെ സ്വഭാവം അങ്ങനെ, ഞാൻ വെക്കുമ്പോ എല്ലാവർക്കും ഇട്ടൊന്ന് കൊള്ളും. അത് പലരും മനസ്സിലാക്കിയാ കൊള്ളാം. ഈ അയ്യപ്പ സംഗമം ഉണ്ടല്ലോ, സർക്കാർ സംഘടിപ്പിച്ച അയ്യപ്പ സംഗമത്തിനെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് ശരിയായ രീതിയിലല്ല എന്ന് എനിക്കും അഭിപ്രായമുണ്ട്. എന്ന് വെച്ചാൽ താങ്ക് യു പറയുന്നതിന് മുഴുവൻ കേൾക്കണം. അതായത് കേരളത്തിലെ ജനങ്ങൾ ശബരിമലയുടെ പേരിൽ കേരളത്തിൽ വലിയ സംഘർഷം ഉണ്ടാക്കി. അത് കഴിഞ്ഞിട്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടന്നു, അതും കഴിഞ്ഞു. കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് വന്നു. കേരളത്തിലെ ജനങ്ങൾ ആ ട്രാപ്പിൽ വീണില്ല എന്ന് തെളിയിച്ചു. ഇതിനാണ് അവനവൻ പാരാന്ന് പറയുന്നത്. അതിനുശേഷം സർക്കാർ ഒരു അയ്യപ്പ സംഗമം കൊണ്ടുവരികയാണ്. എന്താണ് ഉദ്ദേശം? ശബരിമലയിലെ വികസനം ചർച്ച ചെയ്യാനാണ്. അത് കേട്ട് അതാ പറഞ്ഞത് വിഴുങ്ങി അവിടെ ചെന്ന് വികസനം ചർച്ച ചെയ്യാൻ കൂട്ടുനിന്ന മാധ്യമങ്ങളോട് എനിക്ക് സത്യമായും നല്ല വിമർശനമുണ്ട്. അവിടെ സർക്കാർ ഇടപെട്ട് ഇപ്പൊ അയ്യപ്പ സംഗമം സംഘടിപ്പിക്കുന്നത് എന്തിനാണെന്ന് അതിന്റെ രാഷ്ട്രീയം പറഞ്ഞിട്ടല്ല കേരളത്തിലെ മാധ്യമങ്ങൾ ചർച്ച ചെയ്തത്. സർക്കാരിന്റെ ദുഷ്ടലാക്ക് ചർച്ച ചെയ്യാതെയാണ് കേരളത്തിലെ മാധ്യമങ്ങൾ അതിനെ സമീപിച്ചതെന്ന് എനിക്ക് ശക്തമായ വിമർശനമുണ്ട്. ഏറ്റവും ഒടുവിൽ ശരത്ത് പറഞ്ഞു, പുരോഗമന വിരുദ്ധമായ നിലപാട് കേരളത്തിലെ മാധ്യമങ്ങൾ സ്വീകരിക്കുന്നു എന്ന്. NSS കഴിഞ്ഞ ദിവസം പറഞ്ഞത് സർക്കാർ ശബരിമലയിൽ തെറ്റ് തിരുത്തി, അതുകൊണ്ടാണ് ഞങ്ങൾ ഇപ്പോൾ സർക്കാരുമായി സഹകരിക്കുന്നതെന്നാണ്. എന്താണ് തെറ്റ് ശരത്? അതായത് ശബരിമലയിൽ യുവതീ പ്രവേശം ആകാം എന്ന നിലപാട് സർക്കാർ തിരുത്തി എന്ന് NSS അവകാശപ്പെടുകയാണ്. ഓക്കെ, കേരളത്തിലെ ഒരു CPM നേതാവും മുഖ്യമന്ത്രിയോ പാർട്ടിയോ സർക്കാരോ ആരും തിരുത്തിയിട്ടില്ല. ഇതാകെ കുഴഞ്ഞു മറിയുന്ന ലക്ഷണമാണ്. പുരോഗമന വിരുദ്ധം എന്നാണ് ശരത്ത് ഉപയോഗിച്ച വാക്ക്. പുരോഗമനം ഏതായിരുന്നു കേരളത്തിന്റെ പുരോഗമനം? കേരളത്തിലെ സ്ത്രീകളുടെ മുന്നിൽ നേരത്തെ പറഞ്ഞില്ലേ, നവോത്ഥാനം ഉണ്ടാക്കാൻ വേണ്ടി പോയപ്പോഴാണ്, അന്നാണ് SNDP ജനറൽ സെക്രട്ടറിയെ കൂടെ കൂട്ടിയതെന്ന് പറഞ്ഞല്ലോ. എന്നിട്ട് ആ നവോത്ഥാനത്തിന് എന്ത് സംഭവിച്ചു?
കേരളത്തിലെ സ്ത്രീകളുടെ മുന്നിൽ അന്ന് പറഞ്ഞ 4 വോട്ടിന് വേണ്ടി വാക്ക് മാറ്റില്ല എന്ന് പറഞ്ഞിട്ട് എന്ത് സംഭവിച്ചു? എനിക്ക് വരുന്ന ഓരോ ഗതികേട് നോക്ക്. ഏത് തെറ്റാണ് സർക്കാർ തിരുത്തിയത്? ഏത് പുരോഗമനത്തെ കുറിച്ചാണ് ഇപ്പൊ നമ്മൾ സംസാരിക്കുന്നത്? ഇതാണ് പുരോഗമനം. എനിക്ക് ശരിക്കും കേരളത്തിലെ മാധ്യമങ്ങൾ ഒരു വികസന സെമിനാർ കാണുന്ന അത്രയും ഉദാസീനമായി അയ്യപ്പ സംഘം പോയി അതിന്റെ രാഷ്ട്രീയം ചർച്ച ചെയ്യാതെ അവിടെ കണ്ട ആളുകളുടെ എണ്ണം എടുത്ത് പോകുന്നു. എനിക്ക് ശരിക്കും വിമർശനമുണ്ട്. നോക്കൂ ഷാനി, കേരളത്തിൽ ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ച ഒരു വിഷയം വളരെ ശക്തമായി നിലകൊള്ളുന്നുണ്ട്. ഇടതുപക്ഷത്തെ ഇല്ലായ്മ ചെയ്യുക. മാധ്യമ ലോകത്ത് നിന്നാണ് അതിൻ്റെ പ്രധാനപ്പെട്ട ചരടുവലി നടക്കുന്നത്. മലയാള മനോരമയാണ് അതിന്റെ ആണിക്കല്ല്. ഞാൻ വീണ്ടും പറയാം, നീ വേണ്ടാത്ത പണിക്ക് പോണ്ട. നീ ഉദ്ദേശിക്കുന്ന പോലെ അത്ര കുറഞ്ഞ പുളിയൊന്നുമല്ല. ഇതിനേലും കൂടിയതിനൊക്കെ എത്ര കണ്ടിരിക്കുന്നു. മലയാള മനോരമയാണ് അതിന്റെ ആണിക്കല്ല്. അത് ഇന്നും ഇന്നലെയും തുടങ്ങിയ കാര്യങ്ങളല്ല. കെ മാത്യുവിന്റെ 8ാമത്തെ മോതിരം എന്ന് പറയുന്ന ഒരു ആത്മകഥയുണ്ട്. ഞാൻ ഈ ആത്മകഥ വായിച്ച് ഞാൻ കെ മാത്യുവിനെ ഇന്റർവ്യൂ ചെയ്തിട്ടുള്ളതാണ് ഇന്ത്യ വിഷന് വേണ്ടി. അതിനകത്ത് വളരെ വ്യക്തമായി പറയുന്നുണ്ട്, കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്നത് നമുക്ക് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്തതാണ്, അത് സർവനാശത്തിനാണ് എന്ന് പറയുന്നത്. അതൊരു സത്യം മാത്രം. കേരളത്തിലെ മാധ്യമങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇടതുപക്ഷം ഉണ്ടാകാൻ പാടില്ല എന്നത് സംബന്ധിച്ച് കൃത്യമായ ആസൂത്രണത്തോടുകൂടിയുള്ള പദ്ധതി നടപ്പാക്കുന്നതിനുള്ള ഉത്തരവാദിത്തമാണ് ഏറ്റെടുത്തിരിക്കുന്നത്. അതിന്റെ ആണിക്കല്ലാണ് മലയാള മനോരമ. ഒരുമാതിരി ചൊറിഞ്ഞു വരുന്നുണ്ട് നിന്റെ വർത്താനം കേട്ട്. മാധ്യമങ്ങളുടെ വെമ്പലുണ്ടല്ലോ, ഒരു CPM കാരനെ കിട്ടി 20 ഉറുപ്പ്യക്കാണെങ്കിൽ 20 ഉറുപ്പ്യക്ക് എന്ന് പറയുന്ന ആ വെമ്പല്, ആ വെമ്പലാണ് യഥാർത്ഥത്തിൽ ഈ പറയുന്ന ഓമനക്കുട്ടനിലൂടെ പുറത്തു വന്നിരിക്കുന്നത്. ഇവനെ തടയണ്ട, അയച്ചു വിട്ടേക്ക്. ഇവന് കിട്ടാനുള്ളത് നമ്മളായിട്ട് മുടക്കണ്ട. അവനെന്താ ഗുണ്ടേ? ഏറ്റവും ഒടുവിൽ നമ്മുടെ നാട്ടിൽ നടന്നിട്ടുള്ള ദുരന്തം എന്താ? വയനാട്ടിലെ മുണ്ടക്കൈ ചൂരൽമല. ഇപ്പുറത്ത് ലീഗും കോൺഗ്രസും യൂത്ത് ലീഗും പിരിച്ച പണം ഒരൊറ്റ പൈസ ഗുണഭോക്താവിൽ എത്തുന്നില്ല, ട്രഷറിയിൽ എത്തുന്നില്ല. ഇപ്പുറത്ത് ട്രഷറിയിലും എത്തി, ഗുണഭോക്താവിലും എത്തി എന്നുള്ളതാണ്. ആരെങ്കിലും ചർച്ച ചെയ്യുന്നുണ്ടോ? അതിനൊന്നും ഇല്ലേ ടീച്ചർ? അപ്പോൾ 20 ഉറുപ്പ്യ പിരിച്ചു എന്ന് പറയുന്ന ഓമനക്കുട്ടന്റെ കാര്യത്തിനകത്ത് ജാഗ്രത, അതേസമയം കോടികൾ അടിച്ച് പുട്ടിടിക്കുന്ന ഇപ്പുറത്ത് അലംഭാവം. അതാണ് ഇന്നത്തെ മാധ്യമ പ്രവർത്തനം എന്ന് പറയുന്നത്. ഞാൻ ഇത്രയൊന്നും മാധ്യമ പ്രവർത്തനത്തിന് വിമർശിക്കണം എന്ന് വിചാരിച്ച ആളല്ല, മനോരമയും വിമർശിക്കണം എന്നാണ്. പക്ഷെ ഇങ്ങോട്ടേക്ക് കൊണ്ടുതരുമ്പോൾ പിന്നെ അങ്ങോട്ടും കൊടുക്കണമല്ലോ. സത്യം പറഞ്ഞത് ഓർക്കുമ്പോൾ എനിക്കിപ്പോഴും കോൾ മയർ കൊള്ളുന്നു. ഞാൻ 2.5 വർഷം കരിയറിന്റെ തുടക്കത്തിൽ 2.5 വർഷം ജോലി ചെയ്തത് ഇന്ത്യ വിഷനിലാണ്. നമ്മളെ അന്ന് സാർ പിണറായി വിജയൻ CPMന്റെ സംസ്ഥാന സെക്രട്ടറി വിളിച്ചുകൊണ്ടിരുന്നത് മാധ്യമ സിൻഡിക്കേറ്റ് എന്നാണ്. CPMനെ തകർക്കാൻ വേണ്ടി VS പക്ഷത്തിനോടൊപ്പം ചേർന്ന് നിന്ന് പ്രവർത്തിക്കുന്ന കുൽസിത ബുദ്ധിയുള്ള സ്ഥാപനം എന്നാണ്, ഗൂഢാലോചന നടത്തുന്ന പക്ഷം ചേർന്ന് പ്രവർത്തിക്കുന്ന സ്ഥാപനം എന്നാണ് ഇന്ത്യ വിഷനെ അന്ന് വിശേഷിപ്പിച്ചുകൊണ്ടിരുന്നത്, അല്ലേ? എനിക്കൊന്നും ഓർമ്മ വരുന്നില്ല ഈശ്വര. നീ കിടന്ന് ഉരുളൊന്നും വേണ്ട, ഇക്കാര്യമേ എനിക്ക് നല്ല ഓർമ്മയുണ്ട്. നമ്മളന്ന് അങ്ങനെ ഒരു ഗൂഢാലോചന നടത്തിയിരുന്നോ? വിശേഷിപ്പിച്ചിട്ടില്ല. മാധ്യമ സിൻഡിക്കേറ്റ് ഉണ്ട്. ഏറ്റവും കൂടുതൽ വിളിച്ചിരുന്നത് നമ്മളെയാണ്. ഏറ്റവും കൂടുതൽ വിളിച്ചിരുന്നത് ആ മാധ്യമപ്രവർത്തകരുടെ പേരടക്കം നമ്മുടെ സീനിയർ. ഞാൻ ചോദിക്കുന്നത് വേണ്ട, നമുക്ക് ചർച്ച ചെയ്യാം. അല്ല, ഞാൻ ചോദിക്കുന്നത് സിൻഡിക്കേറ്റ് എന്ന പ്രയോഗം പിണറായി വിജയൻ നടത്തിയിരുന്നു. ആ മാധ്യമ സിൻഡിക്കേറ്റിൽ ആര് എന്നുള്ള ചോദ്യത്തിന് പിണറായി വിജയൻ മറുപടി പറഞ്ഞിട്ടില്ല. പിണറായി വിജയന്റെ അന്നത്തെ രാഷ്ട്രീയമായ ബോധ്യം എന്ന് പറയുന്നത് കേരളത്തിൽ ഒരു മാധ്യമ സിൻഡിക്കേറ്റ് ഉണ്ട് എന്നുള്ളതായിരുന്നു. നാക്കിന് നീളമുള്ളതുകൊണ്ട് ന്യായീകരണങ്ങളൊക്കെ കൊള്ളാം. ആ മാധ്യമ സിൻഡിക്കേറ്റിന്റെ കാര്യത്തിൽ കൂട്ടത്തിൽ ഇന്ത്യ വിഷനെ കുറിച്ച് അന്ന് CPMന്റെ നിലപാടെന്തായിരുന്നു? CPMനെ തകർക്കാൻ ശ്രമിക്കുന്ന മാധ്യമ സ്ഥാപനം എന്നായിരുന്നോ? അത് ശരിയായിരുന്നോ? അല്ല, അങ്ങനെ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഉണ്ട്, ഞാൻ കേട്ടിട്ടുണ്ട്. ഞാൻ അന്ന് അവിടെയാണല്ലോ ജോലി ചെയ്തത്. കഴിഞ്ഞുപോയ കാലം കാട്ടിനക്കരയും കടലിനക്കരയും അല്ല, എടുത്തിടാൻ എനിക്കും അറിയാം. എപ്പോഴും എവിടെയും അന്ന് റിപ്പോർട്ടിങ്ങിൽ ഉണ്ടായിരുന്ന ഞങ്ങൾ നേരിടേണ്ടി വന്നത് ഇപ്പം മനോരമയെക്കുറിച്ച് ശ്രീ MV നികേഷ് കുമാർ പറയുന്ന അതേ വാചകമാണ്. ഞാൻ മാധ്യമപ്രവർത്തനത്തിൻ്റെ തുടക്കകാലത്ത് നമുക്ക് ആശയവ്യക്തത ഇല്ലാതിരുന്നൊരു കാലത്ത് ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാകുമ്പോൾ ഏറ്റവും കൃത്യമായി ഒരു വാചകം ഞങ്ങളുടെ ഗുരുസ്ഥാനീയരായ ആളുകൾ പറഞ്ഞു തന്നെ എനിക്ക് ഓർമ്മയുണ്ട്. സർക്കാരിനെ അനുകൂലിക്കാനും സർക്കാരിന് വേണ്ടി വാർത്തകൾ എഴുതാനും സർക്കാരിൻ്റെ വികസന പ്രവർത്തനങ്ങൾ പ്രചരിപ്പിക്കാനും ജനങ്ങളുടെ പണം കൊടുത്ത് നടത്തുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ഇവിടെയുണ്ട്. അത് PR ഡിപ്പാർട്ട്മെന്റ് ആണ്. മാധ്യമങ്ങളുടെ പണി അതല്ല. എവിടെ പോണു? തൊണ്ട വെള്ളം വെള്ളം കുടിക്കണം. ഈ പട്ടിയുടെ മോന്ത കണ്ടിട്ട് പോയാ മതി. വെള്ളം കുടിക്കണം. വെള്ളം കുടിക്കണം, ഇത് കണ്ടിട്ട് കുടിച്ചാൽ മതി. ഇവൻ ആരെന്ന് അറിയണ്ടേ? അന്ന് അങ്ങനെ പറഞ്ഞു തന്ന ആൾക്കാരാണ് ഇന്ന് സ്റ്റേജിൽ എൻ്റെ കൂടെ ഇരിക്കുന്നത്.
ഞാൻ ഇന്നും അത് മറന്നിട്ടില്ല, ഇനിയും അത് മറക്കാൻ ഉദ്ദേശിക്കുന്നുമില്ല. സർക്കാരിന്റെ പ്രചാരണം നടത്തണമെങ്കിൽ സർക്കാരിന്റെ നമ്മുടെ പണം എടുത്തിട്ട് PR ഡിപ്പാർട്ട്മെന്റ് വഴി നടത്തും. മാധ്യമങ്ങളുടെ പണി സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങളുടെ പ്രചാരകരാകുകയല്ല. ചെറുതാണെങ്കിലും വലുതാണെങ്കിലും തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുക എന്നുള്ളത് തന്നെയാണ്. ദേശീയ തലത്തിൽ മാധ്യമങ്ങൾ മോദി സർക്കാരിനെ അനുകൂലിച്ച് വാഴ്ത്തുപാട്ടുകളുമായിട്ട് നടക്കുമ്പോൾ ഗോദി മീഡിയ എന്ന് ആക്ഷേപിക്കുന്നവർക്ക് കേരളത്തിലെ പിണറായി സർക്കാരിനെ എന്തുകൊണ്ടാണ് കുറച്ചുകൂടി മാധ്യമങ്ങൾക്ക് പുകഴ്ത്തിക്കൂടെ എന്ന് ചോദിക്കാൻ തോന്നുന്നുണ്ടെങ്കിൽ അത് ചോദിക്കുന്നവരുടെ പ്രശ്നമാണ്, കേരളത്തിലെ മാധ്യമങ്ങളുടെ പ്രശ്നമല്ല. ചായ കുടിച്ചോ?